വാളയാർ പീഡനക്കേസ് വളരെയധികം ചർച്ചാ വിഷയമായതാണ്. വാളയാർ പീഡനക്കേസിൽ പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും കൂടുതൽ കേസുകളിൽ പ്രതികളാക്കി CBI റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഇനി അന്വേഷണം നടക്കാനിരിക്കുന്ന 3 കേസുകളിൽ കൂടിയാണ് ഇരുവരെയും പ്രതി ചേർത്തിരിക്കുന്നത്. CBI നേരത്തെ കോടതിയിൽ 6 കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അമ്മയും രണ്ടാനച്ഛനും കൂടുതൽ കേസുകളിൽ പ്രതികളാവുന്നത്. കുട്ടിമധു, പ്രദീപ് എന്നിവർ പ്രതിയായ ഒരു കേസിലാണ് ഇരുവരെയും CBI പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ കുട്ടിമധു പ്രതിയായ പീഡന കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകുകയും ചെയ്തു. പാലക്കാട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പരിഗണനയിലുള്ള കേസിലും അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതിയാക്കാനുള്ള റിപ്പോർട്ടും ഫയൽ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ മരണത്തിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനും പങ്കുള്ളതായി ശക്തമായ തെളിവുകൾ CBIക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് CBI അഭിഭാഷകൻ PS മാത്യു പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തിരിക്കുന്നത്. സാക്ഷിമൊഴികളും രേഖകളും ശാസ്ത്രീയ തെളിവുകളും ഇരുവർക്കും എതിരാണ്. പ്രതികൾക്ക് സമൻസ് അയക്കുന്നത് സംബന്ധിച്ച ആവശ്യം 25-ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. CBI ഇരകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ചില ആളുകൾ ആരോപിക്കുന്നത് പോലെ അമ്മയും രണ്ടാനച്ഛനുമല്ല ഇരകൾ. അവരിപ്പോൾ പ്രതിസ്ഥാനത്താണുള്ളത്. പ്രതികളല്ല, വാദിയുടെ കേസ് എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അട്ടപ്പാളത്തെ വീട്ടിൽ 2017 ജനുവരി 7-ന് 13 വയസ്സുകാരിയെയും മാർച്ചിൽ 9 വയസ്സുള്ള അനുജത്തെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അന്വേഷണം ഏറ്റെടുത്ത CBI 2021 ഡിസംബറിലാണ് ആദ്യം കുറ്റപത്രം സമർപ്പിക്കുന്നത്. മൂത്ത കുട്ടിയുടെ മരണത്തിൽ അട്ടപ്പളം സ്വദേശി V മധു, വലിയ മധു, ഇടയ്ക്ക് രാജക്കാട് സ്വദേശി ഷിബു, പാമ്പവളം സ്വദേശി M മധു, കുട്ടി മധു, 16 വയസ്സുകാരൻ എന്നിവരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്. അനുജത്തിയുടെ മരണത്തിൽ വലിയ മധുവും ആദ്യ കേസിൽ ഉൾപ്പെടെ 16 വയസ്സുകാരനും പ്രതികളായി കോടതി വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഞെട്ടിച്ച കൊലക്കേസിൽ ഇപ്പോൾ വലിയ തെളിവുകളാണ് പുറത്തു വരുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വലിയ അപ്ഡേഷനുകൾ കാണാൻ സാധിക്കും.